ഞാൻ നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ എന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണോ? നല്ല ഹൊറർ എലമെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു ഹൊറർ എലമെന്റ് അല്ല. ത്രൂ ആയിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഒരു സാധനം. സോങ്സ് ആൻഡ് എവറിത്തിങ് വാസ് സൂപ്പർ. നല്ല അടിപൊളി പടമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐശ്വര്യലക്ഷ്മിയും ഷർഫിക്കൊക്കെ ഭയങ്കര എന്താ പറയുക, വേറെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര മസ്റ്റാണ്. ഹൊറർ കോമഡി മൂവിയാണ്. അപ്പൊ വർക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അയ്യോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഐശ്വര്യലക്ഷ്മി നമുക്ക് അറിയാലോ, നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. അയ്യോ, അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ആ കോമഡിയും അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അത് അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഹൊററല്ല, ഹ്യൂമറും ഹൊററും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കൊള്ളാം. അതെ അതെ, കൊള്ളാം. നല്ല നല്ല പടമാണ്. നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഷറഫുദ്ദീൻ ഹ്യൂമർ അല്ലേ പടം. ഫസ്റ്റ് ഹാഫ് മൊത്തം ഹ്യൂമറാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഹൊററും ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം. എന്റർടൈനറാണ്. കുട്ടികളായിട്ടൊക്കെ വന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്റർടൈനർ. കുറെ കാലത്തിന് ശേഷം വന്നൊരു ഫാന്റസി മൂവിയാണ്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്. നമുക്കൊക്കെ വർക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. അതെ, തിയേറ്ററിൽ ചിരി വീഴുന്നുണ്ട്. പിന്നെ ബാക്കി ലെറ്റ്സ് സീ. കോമ്പിനേഷൻ നമുക്ക് ശരിക്കും വർക്ക് ആയിട്ടുണ്ട്. നല്ല പടം. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര കിട്ടും പടം. ഭയങ്കര നല്ലതായിട്ട്. ഷറഫുദ്ദീൻ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറിലാണ് കണ്ട. ഭയങ്കര കിടലായിട്ട് കോമ്പിനേഷൻ ഷറഫുദ്ദീൻ ആൻഡ് ഐശ്വര്യലക്ഷ്മി വണ്ടർഫുൾ. ഞാൻ ഈ ഒരുപാട് സിനിമകൾ കണ്ട് അങ്ങനെ OTT മെയിനായിട്ട് കാണാറുണ്ടായിരുന്നത്. തിയേറ്ററിൽ വെച്ച് കണ്ടതിൽ ഷറഫിന്റെ വേറൊരു പിക്ചർ. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രേമം മുതൽ കണ്ടിട്ടാണെങ്കിൽ ഒരു കോമഡി ആ ഫീൽ അല്ലേ. പക്ഷെ ഇതിനകത്തൊരു കംപ്ലീറ്റ് ഹീറോ, ആക്ഷൻ, കോമഡി, ഫാമിലി ഓറിയന്റഡ്, നല്ല സ്റ്റോറി, എക്സൈറ്റ്മെന്റ് എല്ലാം തന്നെ കാണാൻ പറ്റി. വണ്ടർഫുൾ ഫിലിം, വണ്ടർഫുൾ. അതെ, നല്ല ഹൊറർ എലമെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു ഹൊറർ എലമെന്റ് അല്ല. ത്രൂ ആയിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഒരു സാധനം. സോങ്സ് ആൻഡ് എവറിത്തിങ് വാസ് സൂപ്പർ. താങ്ക് യു. അതെ, ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഷോ ആണ്. ഫസ്റ്റ് ഷോയിൽ ഇപ്പൊ നമ്മള് ക്രൂ ഉണ്ട്, എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഓഡിയൻസിന്റെ കുറച്ച് ഷോസും കൂടെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ റെസ്പോൺസ് എന്താണെന്ന് അറിയുള്ളൂ. ഇവിടെയുള്ള റെസ്പോൺസിൽ വളരെ ഹാപ്പിയാണ്. എനിക്കും ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും സന്തോഷം ഉണ്ടായിരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടി. ബാക്കി ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ എന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണോ? എനിക്ക് ശരിക്കും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, വർക്ക് ആവുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അത് ആദ്യത്തെ ഷോ അല്ലേ കഴിഞ്ഞുള്ളൂ. വരട്ടെ, സമയമാവട്ടെ, പറയാം. നല്ല കോമഡി കണ്ടു. നല്ലൊരു കോമഡി കണ്ടു. എല്ലാരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാരും പടം കണ്ടു നോക്കും. കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടു പടം കാണണം. പടം കണ്ടാലും മനസ്സിലാവും. ഒത്തിരി കുറെ കാര്യങ്ങളുണ്ട്, ചിരിക്കാനുണ്ട്, എല്ലാ ഇമോഷൻസും ഉള്ള പോലെ കണ്ടു നോക്ക്. കഥ മൊത്തത്തിൽ പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയതാ. കുറെ പേരുള്ള ടീമാ. ഞങ്ങള് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. അത് എഫക്റ്റിന് വേണ്ടി അത് ആവശ്യമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂവി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കോമഡി പാടിയിട്ടുണ്ട്. അപ്പൊ കുറെ നാൾ കൂടി ഫിലിമിൽ സുജാത ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷം. ഒരു മെലഡി, ഭയങ്കരമായിട്ടൊരു നല്ല മെലഡി ഉണ്ട്. അറിയില്ല. പടം കണ്ടു നോക്ക്.